നമുക്കിനി കൊച്ചിയിലേക്ക് പോവാം. അവിടെ ജിജീഷ് കരുണാകരനുണ്ട്. ജിജീഷ് ഇപ്പോൾ എവിടെയാണുള്ളത്? അവിടെ ഈ വോട്ടെണ്ണൽ നടപടിക്രമങ്ങളൊക്കെ തുടങ്ങിയോ? രോഹിണി, നമ്മൾ ഇപ്പോൾ ഉള്ളത് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ വോട്ടെണ്ണൽ കേന്ദ്രമായ തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂളിലാണ്. ഇവിടെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. പോളിംഗ് ഏജന്റുമാരും കൗണ്ടിംഗ് ഏജന്റുമാരും എല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി 1.25 മണിക്കൂർ തികച്ചില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ടിംഗ് ആരംഭിക്കുന്നതിന് ഇത് പോളിംഗ് കൗണ്ടിങ്ങിലേക്ക് എത്തുന്നതിന് വേണ്ടി അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ പുലർച്ചെ മുതൽ വലിയ ഉദ്യോഗസ്ഥ ബന്ധമുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അല്പം മുമ്പ് കൗണ്ടിംഗ് ഏജന്റുമാരെല്ലാവരും തന്നെ എത്തിത്തുടങ്ങി. ഏറ്റവും പ്രാധാന്യം ഉള്ള ഒരു ശക്തമായ മത്സരം നടന്ന ഒരു കേന്ദ്രം തന്നെയാണ് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നേരിട്ട് NDAയും ഒപ്പം LDFും തമ്മിൽ കടുത്ത മത്സരമാണ് തൃപ്പൂണിത്തുറയിൽ നടന്നിട്ടുള്ളത്. നേരത്തെ മുഖ്യ പ്രതിപക്ഷമായ 17 സീറ്റുമായി NDA മുഖ്യ പ്രതിപക്ഷമായ സ്ഥാനത്ത് നിന്ന് ഭരണത്തിലേക്ക് എത്തുന്ന നിലയിലേക്ക് ഒരു പ്രതീക്ഷയോടെ NDA മത്സരിച്ചു. പ്രധാനപ്പെട്ട നഗരകേന്ദ്രങ്ങളിലായിരുന്നു നേരത്തെ NDAക്ക് ശക്തി ഉണ്ടായിരുന്നത് എങ്കിൽ അതിൽ നിന്ന് മാറി സമീപത്തുള്ള തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ മറ്റു പ്രാന്തപ്രദേശങ്ങളായ തിരുവാങ്കുളവും ഒപ്പം എരൂരും എല്ലാം തന്നെ ഉൾപ്പെടുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ശക്തി കേന്ദ്രങ്ങളാക്കി മാറ്റാൻ BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ 15 സീറ്റാണ് കഴിഞ്ഞ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് എങ്കിൽ പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ കൂടി CPMൽ നിന്ന് LDFിൽ നിന്ന് BJP പിടിച്ചെടുത്തു, NDA പിടിച്ചെടുത്തു. അങ്ങനെ 15 സീറ്റ് എന്നത് 17 സീറ്റിലേക്ക് വർദ്ധിച്ചു. ആകെ 49 സീറ്റുകളാണുള്ളത്. LDFിനെ സംബന്ധിച്ചിടത്തോളം 2 സീറ്റുകൾ കുറയുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഏറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം തന്നെ തൃപ്പൂണിത്തുറ മേഖലയിലെ പാർട്ടി ഭാരവാഹികൾ ഒപ്പം തന്നെ സംസ്ഥാന തലത്തിലുള്ള തൃപ്പൂണിത്തുറയിലെ നേതാക്കൾ അടക്കം തന്നെ ഈ മത്സര രംഗത്ത് ഉണ്ട്. എല്ലാ വാർഡുകളിലും ശക്തമായ 2 മുന്നണികൾ തമ്മിലുള്ള കോൺഗ്രസ് ഈ ഒരു ചിത്രത്തിൽ നിന്ന് തന്നെ ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി നമുക്ക് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും കൊച്ചി കോർപ്പറേഷനിൽ നിലവിൽ 5 സീറ്റുകളാണ് NDAക്ക് ഉള്ളത്. അതിൽ നിന്ന് 11 മുതൽ 15 സീറ്റുകളിലേക്ക് വരെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് NDA ഉള്ളത്. മറിച്ച് LDF ഭരണം നിലനിർത്താമെന്ന പ്രതീക്ഷയിൽ LDF മത്സരരംഗത്ത് ശക്തമായ സാന്നിധ്യമായി തങ്ങൾ മാറി എന്ന ഒരു അവകാശം അവർ നടത്തുന്നുണ്ട്. എന്നാൽ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത് ശക്തമായി പ്രതിഫലിക്കുകയാണ് എങ്കിൽ ആ സീറ്റ് നില 32ലേക്കെല്ലാം താണു പോകാം എന്ന ഒരു വിലയിരുത്തലാണ് LDFിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുപോലെ തന്നെ UDFിലെ വിമത പ്രശ്നം കാര്യമായി ബാധിച്ച ഒരു കോർപ്പറേഷനുകളിൽ ഒന്നാണ്. പല ഡിവിഷനുകളിലും കൊച്ചി കോർപ്പറേഷന്റെ പല ഡിവിഷനുകളിലും UDF സ്ഥാനാർത്ഥികൾക്ക് വിമതരും ഒപ്പം തന്നെ അത്തരത്തിൽ സ്വതന്ത്രരുമെല്ലാം തന്നെ പാർട്ടിയുടെ കോൺഗ്രസിന്റെ പല നേതാക്കളും സ്വതന്ത്രരായി മത്സര രംഗത്തിറങ്ങി. ചിലർ നേരിട്ട് റിബലുകളായി തന്നെ മത്സര രംഗത്തിറങ്ങി. ഇവിടെയെല്ലാം കടുത്ത ഒരു മത്സരം തന്നെയാണ്. പലപ്പോഴും ജയിച്ചു കയറാമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്ന ഡിവിഷനുകളിൽ പോലും കടുത്ത ഒരു മത്സരമാണ് UDFിന് കൊച്ചി കോർപ്പറേഷനിൽ നേരിടേണ്ടി വന്നത്. ആ ഒരു നിലയ്ക്ക് അവരുടെ അവകാശവാദം 40ഓളം സീറ്റ് എന്നതാണ് എങ്കിൽ തന്നെ ഇത്തരത്തിൽ വിമത പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് 30ലോ 31ലോ എത്തുമെന്ന ഒരു കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ 2 മുന്നണികളെയും കടത്തിവെട്ടുന്ന ഒരു മികച്ച പ്രതികരണം, അതായത് 5 ദിവസമാണ്